വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഊട്ടി പോയപ്പോഴത്തൊരു വീഡിയോ ഉണ്ട് ഇത്. അപ്പം ഞാൻ വോയിസ് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല. നമ്മളവിടെ ചെറുതായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ക്യൂ നിന്ന് ഒരു ടീ ഫാക്ടറിയാണ് കാണാൻ പോയത്. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഊട്ടിയിൽ പോകണം കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പും ഊട്ടി കോളേജിൽ പഠിച്ചിരുന്ന സമയം മുതലേ നമ്മൾ പോയിരുന്ന ഒരു സ്ഥലമാണ് ഊട്ടി. പിന്നെ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ടീ ഫാക്ടറി കയറി കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ തേയില ചെടിയിൽ നിന്ന് തേയില നുള്ളി എടുത്തിട്ട് അത് എങ്ങനെയാണ് നമ്മുടെ ചായ എന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയുക, അത്രയും എല്ലാ ദിവസവും നമ്മൾ തേയില നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല എല്ലാവരും. പക്ഷെ ഇതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് ആ ഒരു രൂപത്തിലേക്ക് വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിതിന് മുമ്പ് ഇതിങ്ങനെയൊക്കെ വെച്ചാൽ നമ്മൾ അതിങ്ങനെ ഉണക്കി മെഷീൻ വഴി ഉണക്കിയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും ഇത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി തോന്നിയ ഒരു ഇതാണ്. ഞാൻ മൊത്തം അത് കവർ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടൊരു സംഭവമാണല്ലോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. ഒരു മൈലാഞ്ചിയുടെ ഒരു സ്മെല്ലായിരുന്നു, മൈലാഞ്ചി അരച്ച അങ്ങനത്തെ ഒരു സ്മെല്ല്. ആ സ്മെല്ല് കേട്ടപ്പോൾ നമുക്ക് ചായയോട് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നി. കാരണം ചായ ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെ നമുക്ക് ആ സ്മെല്ല് തീരെ സഹിക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആകാംക്ഷയായിട്ടോ എനിക്ക്. അതിങ്ങനെ പല പല മെഷീൻസിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് അത് ഓരോരോ പ്രോസസ്സ്, അത് ചെറുതായിട്ട് നുറുക്കി വരുന്നതും പിന്നെ പൊടിയായിട്ട് പല പല മെഷീൻസ്, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഓരോരോ മെഷീൻസ് വഴി ഈ സംഭവം ഇങ്ങനെ കയറി ഇങ്ങനെ പോകുന്നുണ്ട്. ആദ്യം അതൊരു പച്ച കളറായിരുന്നു ഈ പൊടി. പിന്നെ അത് എനിക്ക് തോന്നുന്നു ഈ മെഷീൻസിലൂടെ തന്നെയാണ് ഇത് ഉണക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് മെഷീൻസിലൂടെ കയറിപ്പോകുന്ന നമുക്കിങ്ങനെ കാണാം. പക്ഷെ അത് പിന്നെ തിരിച്ച് വേറൊരു സ്ഥലത്ത് വരുമ്പോൾ അത് കളർ മാറി കണ്ടു. ഇപ്പം പച്ച കളറായിട്ടാണ് വരണേ. അതിന് ശേഷം വന്ന് വരുമ്പോൾ അത് ശരിക്കും നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു രൂപത്തിലേക്ക് ബ്ലാക്ക് കളറായിട്ട് വരണുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എങ്കിലും കണ്ട പല പല മെഷീൻസിലൂടെ ഇത് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ഒരുപാട് ജോലിക്കാരുണ്ട് കേട്ടോ അവിടെ. മെഷീൻസാണ് ചെയ്യുന്നതെങ്കിലും ഒരുപാട് ജോലിക്കാരുണ്ട്. അവർ ഓരോരോ പ്രോസസ്സിൽ ഓരോരോ മെഷീൻസിൻ്റെ അടുത്ത് ഓരോരോ ആൾക്കാരുണ്ട്. ഇതിങ്ങനെ അപ്പം നമ്മളിങ്ങനെ നടന്ന് ക്യൂ ആണ്, നമ്മൾ ക്യൂവിൽ നിന്ന് തന്നെയാണ് ഇത് കാണുന്നത്. ഇപ്പോൾ അത് കളർ മാറി ബ്ലാക്ക് കളറായിട്ടാണ് നോക്കി. അപ്പം അങ്ങനെ ഞാനിത് നമുക്ക് യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചൊന്നും എടുത്തതല്ല കേട്ടോ. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി വന്നപ്പോൾ എടുത്തതാണ് വീട്ടിൽ. കാരണം അവിടെ നിന്ന് നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ പോയിരുന്ന് കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും കൂടെ എനിക്കിത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ടീ ഫാക്ടറിയിൽ പോയി ഈ പ്രോസസ്സൊന്ന് കാണണമെന്ന്. അതങ്ങനെ കണ്ടോ, പല മെഷീൻസിലൂടെ പോയിട്ട് അവിടെ തന്നെ പാക്ക് ചെയ്യണത് കേട്ടോ. പാക്കിങ് സെക്ഷനാണിത്. അതും മെഷീൻസിലൂടെ തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. ഇതൊരു കണ്ട ചാക്കുകളിലേക്കാണ് ഈ സംഭവം വന്ന് കളക്ട് ചെയ്യുന്നത്. കുറേ ചാക്ക് വെച്ചിരിക്കുക. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവർ ചായ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, ആ ചായയുടെ ടേസ്റ്റ് നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. നല്ല ചായ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുടിച്ച് നോക്കിയിട്ട് എനിക്കൊരു പാൽപ്പൊടിയുടെ ടേസ്റ്റാണ് നന്നായിട്ട് കിട്ടിയത്. അപ്പോൾ ഇവരിത് പാൽപ്പൊടി ആഡ് ചെയ്യേണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം എനിക്ക് നന്നായിട്ട് പാൽപ്പൊടിയുടെ, പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ കുടിക്കുന്ന ചായയും പുറത്ത് കടയിൽ നിന്ന് കുടിക്കുന്ന ഒരു ചായയുടെ ടേസ്റ്റ് അല്ല, ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. കാരണം വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സിൽ കൂടെ നമുക്ക് അകത്ത് കിടക്കുന്നത് കാണാം. അപ്പോൾ അതിൽ കൂടെ വീണ്ടും ഞാൻ വീഡിയോ എടുത്തതാണ്. കാരണം പാക്കിംഗ് സെഷൻ എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കണ്ടില്ലായിരുന്നു.
നല്ല തിരക്കുണ്ടായിരുന്നേ നമ്മൾ ചെന്ന സമയത്ത്. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ടൊന്നും നടന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ കണ്ട പാക്കിങ് ഒരു ചാക്കിലേക്കാണ് വന്ന് വീഴുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും എങ്ങനെയാണ് ഇത് കിറ്റിലേക്ക് എത്തുന്ന മെഷീൻസിലൂടെ തന്നെയാണ് കണ്ട പാക്ക് ചെയ്ത് കവറിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പുറത്ത് സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേയില വാങ്ങാനായിട്ട് നമ്മൾ വേറെ തേയിലൊന്നും വാങ്ങിയില്ല. ചോക്ലേറ്റ് ടീ എന്നും പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പണ്ട് ഞങ്ങൾ ഊട്ടിക്ക് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ നാളായില്ലേ, ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഊട്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഒരു ചോക്ലേറ്റ് ടീ വാങ്ങി. അപ്പോൾ അത് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ബില്ല് തരും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കൗണ്ടറുണ്ട്. ആ ബില്ല് കാണിച്ചാൽ അവിടെ നിന്ന് അവർ തേയില പാക്ക് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം അപ്പോൾ അവിടെ കുറച്ച് യൂക്കാലിപ്സ് അങ്ങനെയുള്ള ഓയിൽസ്, ബദാം ഓയിൽ, കുറേ ഓയിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതാണ്. വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളവിടെ തൊട്ടപ്പുറത്ത് തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കയറുമ്പോൾ തന്നെ അവർ നമുക്ക് 2-3 ചോക്ലേറ്റ്സ് കൈ തരുന്നുണ്ട് ടേസ്റ്റ് നോക്കാനായിട്ട്. ബോൾസ് രൂപത്തിലാണ്. അപ്പോൾ ഡാർക്കും ലൈറ്റും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും 2-3 വെച്ച് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കഴിക്കുമ്പോൾ എന്താ പറയണേ, കിറ്റ്കാറ്റ് പെർക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒരിതുണ്ട്. കടിക്കുമ്പോഴേക്കും നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് കണ്ടത് എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. കാരണം ഇത് ചോക്ലേറ്റ് കണ്ടില്ലേ, മെൽറ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. അതുപോലെ മെഷീൻസിലൂടെ കയറിയിട്ട് ബോൾസ് ആവുന്നതൊക്കെ മെഷീൻസ് വഴി ആയിരിക്കാം. അത് കണ്ട പല മെഷീൻസിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നു. അവർ എന്താ പറയുക, 3-4 ലേഡീസാണ് അവിടെ, ലേഡീസ് സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെന്താ പറയണേ, എൻ്റെ ഹസ്ബൻഡിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവർക്ക് വൃത്തിയില്ല, ഇവർ കൈ കൊണ്ടൊക്കെയാണല്ലോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു പുള്ളി. കണ്ട മെഷീൻസിലൊക്കെ ഉള്ളിലൊക്കെ കൈ കൊണ്ടാണല്ലോ എടുക്കണേന്ന്. എനിക്കതൊന്ന് ഗ്ലൗസ് ഇട്ടണമെന്ന് തോന്നണം, ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. പിന്നെ ഇവർ ഉണ്ടാക്കിയ ചോക്ലേറ്റ്സൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പോൾ അതിനൊരു സ്റ്റോളുണ്ട് കേട്ടോ അപ്പുറത്ത് തന്നെ, നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാം. അപ്പോൾ തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. നമ്മൾ സീസണിലല്ലേ പോയത്, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ചോക്ലേറ്റിൻ്റെ ക്യാപ്സൂൾ രൂപത്തിലും റൗണ്ടിൽ ടൈപ്പൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ആ റൗണ്ടാണ് വാങ്ങിയത്. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ കയറിയ സ്ഥിതിക്ക് ജസ്റ്റ് ഒരു 100 ഗ്രാമായിട്ടേ വാങ്ങിയുള്ളൂ. വലിയ ഗുണമുണ്ടായില്ല, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അത് നല്ലത് കിറ്റ്കാറ്റും ബർക്കൊക്കെയാണെന്ന് എനിക്ക് തോന്നി. സാധാരണ അവിടെ പോകുമ്പോൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് നമ്മൾ വാങ്ങാറുണ്ട്. പിന്നെ പുറത്ത് ഡ്രസ്സിൻ്റെ ഒരു നമുക്ക് തണുപ്പത്തിടാനുള്ള ഡ്രസ്സുകൾ, പേഴ്സ്, ബാഗ്, ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ. വില ഭയങ്കര കൂടുതലായിട്ട് തോന്നി.